ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രീൻസ് തിയറാണ്. ഓക്കെ, ഗ്രീൻസ് തിയറാണ് നമ്മൾ ഡിസ്കസ് ഗ്രീൻസ് തിയറം. അപ്പോൾ ഗ്രീൻസ് തിയറം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടഫായിട്ടുള്ള മേഖല അല്ലെങ്കിൽ ഒരു ലൈൻ ഇൻ്റഗ്രലിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡബിൾ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഈക്വൽ ടു ഒരു ഡബിൾ ഇൻ്റഗ്രൽ എന്നുള്ളതാണ് ഗ്രീൻസ് തിയറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു ടഫായിട്ടുള്ള ഒരു ലൈൻ ഇൻ്റഗ്രൽ എങ്ങനെ സിമ്പിളാക്കിയിട്ട് നമുക്ക് സെക്കൻഡ് ഇൻ്റഗ്രലിലേക്ക് മാറ്റാം, അതല്ല എങ്കിൽ സെക്കൻഡ് ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ലൈൻ ഇൻ്റഗ്രലിലേക്ക് എങ്ങനെ മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗ്രീൻസ് തിയറത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ലൈൻ ഇൻ്റഗ്രൽസ് അലോങ് സിമ്പിൾ ക്ലോസ്ഡ് കർവ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഗ്രീൻസ് തിയറം എന്ന് നോക്കാം. ഇത് ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ഗ്രീൻസ് തിയറം. ഓക്കെ ഓക്കെ ഗ്രീൻസ് തിയറം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ദാറ്റ് സി എന്ന് പറയുന്ന ഒരു പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവ്. പീസ് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇതെന്താണ്, ഒരു ക്ലോസ്ഡ് കർവാണ്. ഇതൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്, സ്മൂത്ത് കർവും കൂടിയാണ്. പക്ഷെ സ്മൂത്ത് അല്ലാത്തൊരു കർവിനെ നമ്മളിങ്ങനെ ഈ കൂർപ്പ് വരുന്നിട്ടുണ്ട് എങ്കിൽ അത് എന്തല്ല, സ്മൂത്ത് അല്ല അല്ലേ. അപ്പോൾ നമുക്ക് പീസ് വൈസ് സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് പിന്നെ ഇങ്ങനെ പോയി, ഇതെന്താണ്, ഈ വെടുത്തേറ്റം വന്ന് ഈ പോയിന്റിൽ നിന്നും ഇങ്ങനെ വന്ന്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിനെ സംബന്ധിച്ച് ഈ പോയിന്റ് മാറ്റി നിർത്തി ബാക്കി എല്ലാ പോയിന്റിലും ഇതെന്താണ്, സ്മൂത്താണ്. സ്മൂത്തായിട്ട് നമുക്ക് നടന്നു വരാൻ പറ്റും. ഇവിടെ എത്തുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിനെ C1 ഇതിനെ C2 എന്നും പറഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കർവായി, പീസ് വൈസ് കർവാണ് അല്ലേ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഒരു സി എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട്, അത് പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു റീജിയനെ ഈ കർവ് എന്താണ്, ഒരു റീജിയൻ ഉണ്ട്, ഇതാണ് റീജിയൻ എങ്കിൽ ഈ റീജിയൻ ആണുള്ളത് എങ്കിൽ ഈ റീജിയനെ ബൗണ്ട് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത് എങ്കിൽ ഓക്കെ, അങ്ങനെ ഫംഗ്ഷനുകളുണ്ട്. അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താണ്, കണ്ടിന്യൂസ് ആണ്, പിയും കണ്ടിന്യൂസ് ആണ് എങ്കിൽ, അങ്ങനെയാണ് എങ്കിലാണ് ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് എങ്കിൽ റീജിയനിലുള്ള ഡബിൾ ഇൻ്റഗ്രൽ, അതായത് ഏരിയ അണ്ടർ അല്ലേ, നമ്മൾ പറയുക ഏരിയ അല്ലെങ്കിൽ ഏരിയ ബൗണ്ടഡ് ബൈ ദി റീജിയൻ അല്ലെങ്കിൽ ഈ റീജിയൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലൈൻ ഇൻ്റഗ്രലാണ്. എന്തിൻ്റെ മുകളിലുള്ള ലൈൻ ഇൻ്റഗ്രലാണ്, അതായത് പറയുന്നത് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് പി ഓഫ് എക്സ് പി ഇൻറ്റു ഡി ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ക്യു ഇൻറ്റു ഡി വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ റീജിയൻ്റെ ഏരിയ എന്തും ആയിട്ട് മൾട്ടിപ്പിൾ ആണ്, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ക്യൂ ഉള്ള ആള് വരിക, ഡി വൈൻ്റെ അപ്പുറമുള്ളത് ഡോ എക്സ് വരും, ഡോ മൈനസ് പിന്നെന്താണ് വരുന്നത്, മൈനസ് ആണ്, ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു ഡി എ. ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഡി എക്സ് ഇൻറ്റു ഡി വൈ അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡി എ എന്ന് പറയുന്നത്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ യൂസിങ് പ്രോബ്ലംസ് ആണ്. ഒന്നാമത്തെ എക്സാമ്പിൾ 1 യൂസിങ് ഗ്രീൻസ് തിയറം അങ്ങനെ തന്നെ തരും കേട്ടോ. ഗ്രീൻസ് തിയറം നമ്മളുടെ തരും, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്താ ഗ്രീൻസ് തിയറം എന്ന് തരും. ഓക്കെ, യൂസിങ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ അല്ലേ, ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ മൈനസ് ഡി എക്സ് പ്ലസ് 2y മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ്. വേർ സി എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ബൗണ്ടറി ഓഫ് ദി റീജിയൻ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ആരൊക്കെയാണ്, y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഈക്വൽ ടു എക്സ് ക്യൂബും ആണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഈക്വൽ ടു നമ്പർ ആണ് എക്സ് സ്ക്വയറിനെയും കണ്ടത്, അതായത് എക്സ് സ്ക്വയർ, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ എക്സ് എപ്പോഴും 0-നെക്കാട്ടിലും വലുതാണ് എങ്കിൽ, 0
എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് സ്ക്വയർ എപ്പോഴും ലെസ് ദാൻ ആയിരിക്കും എന്തിനേയും കാട്ടും, എക്സ് ക്യൂബിനെയും കാട്ടും. അതിനിപ്പോൾ എക്സാമ്പിളായിട്ട് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി 2 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആണ്. പക്ഷേ 2 ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 8 ആണ്. അപ്പോൾ 2 ക്യൂബ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 2 സ്ക്വയർ ആണ്. അത് ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താണ്, എക്സ് സ്ക്വയർ എപ്പോഴും ലെസ് ദാൻ ആണ് എക്സ് ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ വരയ്ക്കുക തൊട്ട് മുമ്പായിട്ടും ഇതായിട്ടുമാണ് വരയ്ക്കുക. ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക. ഓക്കെ. ഇനി എങ്ങനെയാണ് നമുക്ക് ലിമിറ്റുകൾ കിട്ടുക എന്നുള്ളതാണ്. ഈ ലിമിറ്റ് എങ്ങനെ കിട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എക്സ് രണ്ട് സ്ഥലങ്ങളും യോജിപ്പിക്കുന്ന സ്ഥലത്തിലാണ് പ്രത്യേകത. അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ. അപ്പോൾ ഒരു പോസിബിലിറ്റി ഏതാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കിട്ടും എക്സ് ഈക്വൽ ടു എന്ത്, എക്സ് ഈക്വൽ ടു ഒരു എക്സ് കൂടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും, 1 എന്ന് കിട്ടും അല്ലേ. എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 1 ആണ്. അതായത് ഓക്കെ, എക്സ് ഈക്വൽ ടു 1. അപ്പോൾ വൈ ഈക്വൽ ടു തന്നെ ആയിരിക്കും 1 തന്നെ ആയിരിക്കും. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ വൈ ഈക്വൽ ടു തന്നെ ആയിരിക്കും 1 തന്നെ ആയിരിക്കും. ഓക്കെ, വൈ ഈക്വൽ ടു തന്നെ ആയിരിക്കും 1 തന്നെ ആയിരിക്കും. അതുപോലെ വൈ ക്യൂബ് ഈക്വൽ ടു എന്താണ് 1 തന്നെ ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് 1,1. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് 1,1. ഇനി എക്സ് സ്ക്വയറും എക്സ് ക്യൂബ് ഈക്വൽ ടു 0 ആവുന്ന പോസിബിലിറ്റി എവിടെ ഉള്ളത്, ഒന്നുള്ളത് 0ലാണ്. അപ്പോൾ വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0. 0 ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെന്നാണ് 0 തന്നെയാണ്. അപ്പം ഈ കാര്യങ്ങൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് തുടങ്ങാം. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട എന്താണ്, സൊല്യൂഷൻ അല്ലേ. സൊല്യൂഷൻ ഇൻ്റഗ്രൽ ക്ലോസ്ഡ് കോണ്ടൂർ ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് 2y മൈനസ് എക്സ് ഇൻറ്റു ടി വൈ അല്ലേ. ഇവിടെ പി എന്താണെന്ന് നമുക്ക് കിട്ടി. ഹിയർ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം ഗ്രീൻസ് തിയർ എന്താണ്, പിയും പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു എന്നാണ്. ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു ഡി എ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ കിട്ടി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 2. ബൈ എന്താണ് കാണേണ്ടത്, ഡോ പി ബൈ ഡോ വൈ ആണ് കാണേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഡോ പി ബൈ ഡോ വൈ, ഡോ പി ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോ എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, -2y അല്ലേ. ഇനി അടുത്തത് എന്താണ്, ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നതാണ് എക്സിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2y കോൺസ്റ്റൻ്റ് ആയിട്ട് 0 ആവും. മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, ദാറ്റ് ഈസ് -1. അപ്പം ഡോ ക്യൂ ഈക്വൽ ടു തന്നെയാണ് -1. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി, നമുക്ക് ബൈ ഗ്രീൻസ് തിയറം അല്ലേ, ബൈ ജി വലുതാക്കണം കാരണം ഒരാളുടെ പേരാണ് കേട്ടോ. ഗ്രീൻസ് തിയറം പ്രകാരം ഇൻ്റഗ്രൽ ഓവർ സി എന്താണ്, ഓവർ സി എന്തായിരുന്നു, പി എന്തായിരുന്നു, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ 2y മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ അല്ലേ. ഗ്രീൻസ് തിയർ എന്താണ് പറഞ്ഞത് നോക്കുക, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു ഡി എ. അതായത് ഡോ ക്യൂ ബൈ ഡോ ക്യൂ എന്താണ് ഇവിടെ വരുന്നത്, ഡോ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു ഡി എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇൻ്റഗ്രൽ ഓവർ ആർ. ഡോ ക്യൂവിൻ്റെ സ്ഥാനത്ത് എന്താണ് വരിക? ഡോ ക്യൂ ബൈ ഡോ -1 ദാറ്റ് ഈസ് -1 മൈനസ് ഡോ പി വൈ ഡോ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2y -2y. അദ്ദേഹം ശ്രദ്ധിക്കുക, തെറ്റിക്കരുത് അല്ലേ. ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡി എക്സ് ഇൻറ്റു ഡി വൈ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം? അത് കേർവിൽ നിന്നുമാണ് നമുക്ക് കിട്ടുക. അവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ. അപ്പോൾ കേർവ് നോക്കുക, y = x²ഉം y = ക്യൂബാണ്. അപ്പം y ആണ് ആദ്യം മുന്തിക്കേണ്ടത് ഇൻ്റഗ്രലിൽ ആദ്യം. അതായത് y എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ, മോളിലുള്ള കുഞ്ഞാപ്പ് ആരാന്ന് നോക്കുക. മോളിലുള്ള കുഞ്ഞാപ്പ് ആരാണ്? x² അല്ലേ. കർവ് നോക്കുക, കർവ് മോളിൽ എക്സിൽ നിന്നും ആദ്യത്തെ ആള് x³ ആണ്, രണ്ടാമത്തെ ആള് x² കർവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു, ലിമിറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ y = തന്നെയാണ്, y = x²ഉം y = x³ ആണ്. അപ്പോൾ y ലിമിറ്റാണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ y = ആദ്യം എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് എക്സ് ആക്സിസ് നോക്കുക. എക്സ് ആക്സിസിനോട് അടുത്തിട്ടുള്ള ആദ്യത്തെ കർവ് ആരുതാണ്? x³. അപ്പോൾ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? x³. പ്രത്യേകം ശ്രദ്ധിക്കുക, x³. അത് ഞാൻ ഒരു പ്രാവശ്യം ഇത് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് രണ്ടാമത്തെ ആളാരാണ്? മോളിലുള്ള അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് y = എന്താണ്? x². അപ്പോൾ y = x². ഇനി എക്സിന് വാല്യൂ കൊടുക്കാം. എക്സിൻ്റെ വാല്യൂ എന്താണ്? നമ്മളിതാ കണ്ടിട്ടുണ്ട്. എക്സ് ഉണ്ടെങ്കിൽ എന്താണ്? x = 0 ആവണം, അതല്ല എങ്കിൽ x = 1 ആവണം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 0 to 1 പരിപാടി കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ 0 to 1 x³ മുതൽ x². ഇനി ഇത് അപ്ലൈ ചെയ്താൽ -−+2y അല്ലേ. ആദ്യം ഞാൻ 2y എഴുതി. -1 ഇൻറ്റു ആദ്യം y ആണ് ലിമിറ്റ് ആദ്യം കൊടുക്കേണ്ടത്, കാരണം അതിലാണ് എന്തുള്ളത്? പാരാമീറ്റർ വരുന്നത്. അതുകൊണ്ട് dy dx. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. ഇവിടെ പ്രശ്നമുണ്ട് അല്ലേ. പേജ് എടുക്കുക, ആഫ്റ്റർ ഒന്നുകൂടി എടുക്കേണ്ടി വരും അല്ലേ. പേജ് ഇത് മതിയാവോ? ഓക്കെ, പേജ് എടുത്തു. ഇനി y = ഇനി അപ്ലൈ ചെയ്യാൻ പോവാണ്, ഇൻ്റഗ്രൽ ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ 0 to 1 അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലേ. ഇനി ഇൻ്റഗ്രൽ ഓഫ് 2y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2y²/2 - y അല്ലേ. ലിമിറ്റ് അപ്ലൈ ചെയ്യണം. വേർ ടു വേർ x³ to x² ഇൻറ്റു dx. ഓക്കെ. അപ്പോൾ 2 ക്യാൻസൽ ആയി പോവും അല്ലേ. 2 ക്യാൻസൽ വിത്ത് 2. അപ്പം ഇതും പോയി. y² x² അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, x² സ്ഥാനത്ത് y² അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 0 to 1 x², y സ്ഥാനത്ത് x². അപ്പോൾ എന്താണ്? x⁴ അല്ലേ. x⁴. ഇനി അടുത്തത് y സ്ഥാനത്ത് x² പിന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? x² അല്ലേ. ഇത് മൈനസ് അടുത്ത കുഞ്ഞാപ്പ് x³ അപ്ലൈ ചെയ്യണം. y-ക്ക് x³ അപ്ലൈ ചെയ്താൽ x³ എന്നാൽ x³ സ്ക്വയർ. അപ്പോൾ എന്താ വരിക? x³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x⁻6 അല്ലേ. x⁻6 മൈനസ് y സ്ഥാനത്ത് x³ ഇൻറ്റു dx. എന്നിട്ട് ഇതിനൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ (0 to 1 x⁴ അല്ലേ -x² അല്ലേ -x⁻6 പ്ലസ് x³ ഇൻറ്റു dx. ഇനി ഈ കുഞ്ഞാപ്പുവിനെ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ കുഞ്ഞാപ്പുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ്, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് x⁴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x⁵/5 മൈനസ് x² ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ x³ / 3 മൈനസ് x⁻7/7 പ്ലസ്
എക്സ് റേസ് ടു 4/4 അല്ലേ. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 1 0 അപ്ലൈ ചെയ്താൽ മൊത്തം 0 ആയിപ്പോൾ. അപ്പം 1ന് മാത്രം ഇവിടെ പ്രസക്തി ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 1n ബൈ 5 മൈനസ് 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1n ബൈ 3. എക്സ് റേസ് ടു 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 റേസ് ടു 7 എന്ന് പറഞ്ഞാൽ 1n 1/7 പ്ലസ് 1/4. Okay, then you will get the answer. Oh, വല്ലാത്തൊരു കഥ തന്നെയാണല്ലോ അല്ലേ. ഇത് 5 35 35 3 4 12 12 420 ഉണ്ടാവും അല്ലേ. 3 4 12 15 കഴിഞ്ഞാൽ 5 4 20. അപ്പം താഴത്ത് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാം കൂടി മൊത്തം മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക നോക്കാം. മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. 5നെ കൊണ്ട് എന്ത് ചെയ്യാം 3 4 7 എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക വെച്ചാൽ 420 കിട്ടും. ഓക്കെ, അതായത് 5 35 3 4 12 അപ്പം 10 420 കിട്ടും. ഓക്കെ, 420. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ 5 ആണുള്ളത്. അപ്പോൾ 5 വെച്ചിട്ടുള്ള ബാക്കി 3 സംഖ്യകളും മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 7 അല്ലെങ്കിൽ 7 × 4 അങ്ങനെയും ചെയ്യാം. 3 × 7 എന്ന് പറഞ്ഞാൽ 3 21 21 21 × 4 എന്ന് പറയുമ്പോൾ എത്ര വരെ 84 അല്ലേ. അപ്പോൾ ഇതെന്താണ് ഇവിടെ 84 എഴുതുക, മൈനസ് ഇടുക. ഇനി 3ൻ്റെ സ്ഥാനത്ത് ഡിവൈഡഡ് ബൈ 420 തന്നെ എഴുതുക. ഡിവൈഡഡ് ബൈ 3 അല്ലാത്ത ബാക്കി നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 7 35 അല്ലേ. 35 × 4 4 5 20 അല്ലേ. 20 0 2 ഇവിടെ 3 4 12 140. അപ്പോൾ ഇത് 140. ഇനി അടുത്തത് അല്ല, അടുത്തത് മൈനസ് 7 ഒഴിച്ചിട്ടുള്ള ബാക്കി നമ്പർ എന്താണ് 5 4 20 അല്ലേ. 5 4 20 × 3 20 3 60. അപ്പോൾ എന്താ വരിക 60/, ഇത് 140 കേട്ടോ, 60/420. അടുത്തത് ലാസ്റ്റ് 4 ഒഴിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതിനെ കൊണ്ട് ചെയ്യാം. 4 മാറ്റി നിർത്തുക. അപ്പോൾ 5 35 അല്ലേ. 35 × 3 3 5 15 5 1 3 3 9 105. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 105/420. ഇനി നമുക്ക് ചെയ്യാൻ സുഖമാണ്. വിച്ച് ഈസ് ഈക്വൽ ടു താഴത്ത് 420 വരും, മുകളിലുള്ള 84 120 കൂട്ടിയിട്ടുണ്ട് എങ്കിൽ 9 189, പിന്നെ 140 60 കൂട്ടിയിട്ടുണ്ട് എങ്കിൽ എന്താ വരിക മൈനസ് 40 60 100 100 100 200 വരും, മൈനസ് 200. അപ്പോൾ അല്ലേ 181 190 10. അപ്പം മൈനസ് 11 നമുക്ക് ആൻസർ വരും. ദാറ്റ് മീൻസ് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 420 ഡിനോമിനേറ്ററിലുണ്ടാകും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക എന്താണ് -11. ദിസ് ഈസ് ദി അവർ ആൻസർ. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേ മോഡലിൽ തന്നെ യൂസിങ് ഗ്രീൻസ് തിയറം. Evaluate closed integral over c x raised to 5 plus 3y into dx plus 2x minus e raised to y cube. അല്ലേ, y cube y cube into dy where c is the circle. തന്നിട്ടുണ്ട് c എന്താണ്, ഒരു സർക്കിളാണ്. c is the circle, സർക്കിളാണെന്ന് മാത്രമല്ല, അത് മാത്രമല്ല എന്താ തന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
സർക്കിളാണ് വിത്ത് ദി റേഡിയസ്. ഇവിടെ റേഡിയസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിത്ത് റേഡിയസ് എത്രയാണ്? 4 സ്ക്വയർ അല്ലേ. ഇത് r² ആണ് അല്ലേ. എക്സ് മൈനസ് എച്ച് സ്ക്വയർ ഹോൾ സ്ക്വയർ. സെൻറ്റർ എച്ചും 1,5 എന്തായിരിക്കും? അതിൻ്റെ സെൻറ്റർ ആയിരിക്കും. ഓക്കെ, സെൻറ്റർ 1ഉം 5 ആയിട്ടുള്ള ഒരു സർക്കിളാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇവിടെ സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ, അതിൻ്റെ ഉള്ളിലുള്ള റീജിയനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ബൗണ്ടഡ് ബൈ ദി റീജിയൻ. പക്ഷേ ഫങ്ഷൻ ഏതാണ്? ഈ കുഞ്ഞാപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. അപ്പോൾ അവിടെ എന്താ തന്നിട്ടുള്ള സൊല്യൂഷൻ? സിമ്പിളാണ്. സൊല്യൂഷൻ ഹിയർ r ഈക്വൽ ടു എന്താണ്? r² ഈക്വൽ ടു 4 അല്ലേ. r² ഈക്വൽ ടു 4 വിച്ച് ഇംപ്ലൈസ് r ഈക്വൽ ടു 2. ഓക്കെ, അതാണ് നമുക്ക്. അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ എന്താ? ഈ റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4πr². 4πr² സോറി πr² ആണ്. πr² എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് നമുക്ക് എന്നാൽ പിന്നെ ചെയ്യാം. ഓക്കെ, അത് പിന്നെ ചെയ്യാം. ഇനി നമുക്ക് തുടങ്ങാം. പി എന്താണ് എന്നുള്ളത്. അവിടെ പി എന്താണ്? p ഈക്വൽ ടു x⁵5 + 3y അല്ലേ. ക്യൂ എന്താണ്? ക്യൂ ഈക്വൽ ടു ക്യൂവും തന്നിട്ടുണ്ട്. എന്താണ് തന്നത്? 2x മൈനസ് അല്ലേ 2x മൈനസ് e⁻y³ പ്രത്യേകം ശ്രദ്ധിക്കണേ അത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഡോ പി ബൈ എന്താണ് വരിക? ഡോ പി ബൈ ഡോ എക്സ് ആണ്. ഡോ വൈ ആണ് വരിക. ഡോ പി ബൈ ഡോ വൈ അല്ലേ, ഗ്രീൻസ് തിയറം പ്രകാരം. അതെന്താ വരിക? 5x⁴ + 3 അല്ലേ. അതുപോലെ തന്നെ സോറി അവിടെ മാറി ഡോ വൈ ആണ്. അപ്പോൾ എന്താ വരിക? x⁵5 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഡെറിവേറ്റീവ് ഇതിന് മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ 3y. അപ്പോൾ 3. ഇനി ഡോ ക്യൂ ബൈ എന്താണ് വരിക? ഡോ എക്സ് ഈക്വൽ ടു എന്താ വരിക? എക്സിൻ്റെ മുകളിൽ മാത്രമേ ഉണ്ടാവും y³. അപ്പോൾ എന്താ വരിക? 2 അല്ലേ. 2x ആണുള്ളത്. അപ്പോൾ എക്സിൻ്റെത് 1 ആണ്. അപ്പോൾ 2 ആണ് വരിക. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യണം അല്ലേ. ബൈ ഗ്രീൻസ് തിയറം അല്ലേ. ഗ്രീൻസ് തിയറം പ്രകാരം നമുക്ക് എന്താണ്? ഇൻ്റഗ്രൽ ഓവർ സി അല്ലേ. എന്താണ്? x⁵5 + 3y അല്ലേ + 3y ഇൻറ്റു dx പ്ലസ് ക്യൂ എന്താണ്? 2x മൈനസ് e⁻y³. 2x മൈനസ് e⁻y³ ഇൻറ്റു dy ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ r അല്ലേ. എന്തായിരുന്നു? ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു ഡി എ. ദിസ് ഈസ് ദി അവർ ഇക്വേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡോ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡോ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്. ഓഹോ, ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 2 മൈനസ് കോൺസ്റ്റൻ്റ് ആണ് 3. 2 മൈനസ് 3 ഇൻറ്റു ഡി എ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രത്യേകം ശ്രദ്ധിക്കുക ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r. ഞാൻ ലിമിറ്റ് കൊടുക്കാത്തതിന് ആൻസർ പറഞ്ഞുതരാം. -1 ദാറ്റ് ഈസ് മൈനസ് ഡി എ അല്ലേ. അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏരിയ ഓഫ് ദി റീജിയൻ ആണ്. ദാറ്റ് ഈസ് മൈനസ് ഏരിയ. ഓക്കെ, റീജിയൻ. ഇവിടുത്തെ റീജിയൻ ഏതാണ് നോക്കുക? സർക്കിളാണ്. ഇവിടുത്തെ റീജിയൻ ഏതാണ്? സർക്കിളാണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ എന്ന് പറയുന്നത് വിച്ച് ഈസ് സർക്കിൾ അല്ലേ. ഇത് സർക്കിളാണ്. അതുകൊണ്ട് എന്താണ്? -4πr². സോറി, -4πr². πr² ആണ് ഇതിൻ്റെ എന്ത്? ഏരിയ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു r ഈക്വൽ ടു എന്താണ്? -r ഈക്വൽ ടു 2². ദാറ്റ് ഈസ് ഈക്വൽ ടു -4π ആണ് ഇതിൻ്റെ ആൻസർ. സിമ്പിൾ
അല്ലേ? നമ്മൾ ലിമിറ്റ് പോലും കാണാൻ പോകേണ്ട ആവശ്യമില്ല. ലിമിറ്റ് ഇവിടെ റീജിയൻ എന്ത് ചെയ്തിട്ടില്ല, എഫക്റ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്തത്, ഈ രീതിയിൽ എടുക്കാൻ കഴിഞ്ഞത്. എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഓക്കെ, ഇനി ഹോംവർക്കാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഹോംവർക്ക് ചെയ്യുക. ഹോംവർക്ക് ഒന്നാമത്തെ ഹോംവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 3x² dx. അപ്പോൾ പി എന്താണെന്ന് കിട്ടും, ക്യൂ എന്താ, x² - 5y ഈക്വൽ ടു എന്താണ്, ഇവിടെ ഇതാണ് എന്ന് പ്രൂവ് ചെയ്യാണ്. യൂസിങ് ഗ്രീൻസ് തിയറം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഇവിടുത്തെ സി എന്താ തന്നിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. റെക്റ്റാങ്കിൾ വിത്ത് വെർട്ടിസസ് -1 to 0, 1 to 0, 1 1, -1 to 1. പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്തോളാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സി അല്ലേ? ഇവിടെ ഓരോരോ സ്റ്റെപ്പാക്കി എഴുതിയാൽ y = 0 ആവുന്ന സ്ഥലം ഉണ്ടാവും. ലിമിറ്റുകൾ y = 0-ഉം x = 1 ആവുന്ന സ്ഥലങ്ങളുണ്ടാവും. y = 0-ഉം x = 0 to 1 ആവുന്ന സ്ഥലം ഉണ്ടാവും. x = 0-ഉം y = 1 ആവുന്ന സ്ഥലങ്ങളുണ്ടാവും. ആ ലിമിറ്റ് നോക്കിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യും. ഇവിടെ ഇൻ്റഗ്രൽ ഓവർ സി -y² dx. അപ്പോൾ പി കിട്ടി, ക്യൂ കിട്ടി. അപ്പോൾ q/∂x കാണാനറിയാം, അത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അവിടുത്തെ ഇത് തന്നിട്ടുണ്ട്, എന്താണ്, x = 3 cos t, y = 3 sin t ആണ്. അങ്ങനെയാണ് എങ്കിൽ 3 sin t ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ t എന്ന് പറയുന്നത്, അപ്പോൾ x എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അപ്പം രണ്ട് പാരാമീറ്ററിനെ എന്തിലേക്ക് മാറ്റണം, കോസ് ടി വൈ, എക്സിൻ്റെ സ്ഥാനത്തൊക്കെ കോസ് ടി കൊടുക്കുക, വൈൻ്റെ സ്ഥാനത്തൊക്കെ സൈൻ ടി കൊടുക്കുക. എന്നിട്ട് മാറ്റിയിട്ട് ആണ് നമ്മൾ ഈ പാരാമെട്രിക് കൺസെപ്റ്റ്സ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അതുപോലെ ഇവിടെ ടി തന്നിട്ടുണ്ട്, ലിമിറ്റ് തന്നിട്ടുണ്ട്, 0 to 2π ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.